ഫാത്തിമ റംഷാദ. സ്റ്റുഡന്റ് സ്ട്രെങ്ത് കുറവാണ്, എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. Okay, coming to fifth module. Side heading എഴുതാം. Input output organization. Input output organization. Pradul, Nandita, ഞാൻ audible അല്ലേ? sir. Okay. So in this module, mainly we are discussing about how to access different input-output devices. How to access different input-output devices. Previous modules നമ്മൾ എന്ത് പറഞ്ഞു? How to generate control signals. Then we discussed two mechanisms, hardwired and microprogrammed control unit. അവിടെ നിന്ന് നമുക്ക് signals generate ചെയ്യാം. And we can sequence the different operations performed by the computer. അതായിരുന്നു concept. Then how a microprogrammed computer works, അല്ലെങ്കിൽ the organization of a microprogrammed processor, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഡയറക്റ്റ് മെമ്മറി ആക്സസ്, which means how input-output device directly communicate with computer memory. കമ്പ്യൂട്ടറിന്റെ മെമ്മറി ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ദാറ്റ് വി ഡിസ്കസ്ഡ് ഇൻ ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ദെൻ വി ഡിസ്കസ് അബൌട്ട് സം ഇന്ററപ്റ്റ് ഹാർഡ്വെയർ. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ വർക്ക് ചെയ്യുമ്പം വേറൊരു ഡിവൈസ് പ്രോസസ്സറിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. പ്രോസസ്സർ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, സെയിം ടൈം ഒരു ഡിവൈസ്, മേ ബി ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റിംഗ് ഫോർ എ പ്രോസസ്സർ. അതിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ നെക്സ്റ്റ് പാർട്ട്, second part of fifth module includes some memory concepts. What is mean by memory? How memory is organized? What is a cache memory? Then how caching performed? അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ. കമ്പാരിറ്റീവ്ലി ഡിസൈൻ അല്ല, സോ കുറച്ചുകൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണ് ഫിഫ്ത്ത് മൊഡ്യൂള്. ഡയഗ്രാംസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് പ്രീവിയസ് മൊഡ്യൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, രോഹിത്, സേജൽ, തനുശ്രീ, വോയിസ് ഓക്കെ അല്ലേ? റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. Yes sir, voice okay. Thank you. Then coming to accessing, how to perform input output accessing devices access, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. here we have a simple diagram. നിങ്ങൾ ഇതിലെ കണ്ടന്റ് കുറച്ച് ക്രൗഡ് ആയിട്ട് പേടിക്കൊന്നും വേണ്ട. here we have simple diagram. there we can see a bus is here. there we can see a bus here. so we have to identify what are the different buses inside the computer. ഏതൊക്കെയായിരുന്നു? inside the computer we have control bus and data bus and address bus. ഇത്രയും ബസ്സസ് ഇൻസൈഡ് ദി കമ്പ്യൂട്ടറിൽ ഉണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഓർമ്മയുണ്ടോ? അപ്പം ഫസ്റ്റ് സൈഡ് ഹെഡിങ് എഴുതുക, ബസ്സസ് എന്ന് എഴുതുക. ബസ്സസ്. There you have to write, we have address bus, data bus and control bus. Address bus, data bus and control bus. ഇനി address bus എന്തായിരുന്നു? When processor need to access a data from the memory. When processor need to access a data from the memory, ഏത് അഡ്രസ്സിലെ ഡാറ്റയാണ് എടുക്കേണ്ടത്, ഏത് അഡ്രസ്സാണ് നമുക്ക് ടേക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കും.
മെമ്മറി അഡ്രസ് ബസ്സിൽ പറഞ്ഞു കൊടുക്കും. വി ആർ പ്ലേസിംഗ് ദി അഡ്രസ് ഇൻ ദി അഡ്രസ് ബസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ക്ലിയർ ആണെന്ന് കരുതുന്നു. സിമിലർലി ഡാറ്റ ബസ് എന്ന് പറയുന്നൊരു ബസ് ഉണ്ട്. സെക്കൻഡ് വൺ ഇസ് ഡാറ്റ ബസ്. നമുക്കൊരു ഇൻഫർമേഷൻ പ്ലേസ് ചെയ്യണേൽ ആ ഇൻഫർമേഷൻ നമ്മൾ എവിടെയാ പ്രൊസസർ വെച്ച് കൊടുക്കുക? പ്ലേസ്ഡ് ഇൻ ദി ഡാറ്റ ബസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ പ്രൊസസർ മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓർ അതർ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി റീഡ് ദി ഡാറ്റ ഫ്രം ദി മെമ്മറി ഓർ റൈറ്റ് ദി ഡാറ്റ ഫ്രം ദി മെമ്മറി ആണ്. സോ ഇൻ ഓർഡർ ടു പെർഫോം റീഡ് ഓപ്പറേഷൻ it plays a read signal in the control bus. In order to perform write operation, it plays a write signal in the control bus. Okay, അപ്പം buses എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലിയർ ആവണം. We have 3 type of buses inside the computer. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സേജൽ, തനുശ്രീ, തേജ, അനുപമ, ഓക്കെ അല്ലേ? ചാറ്റ് ബോക്സിൽ ഒന്ന് പ്ലേസ് ചെയ്തേ. യെസ് സേജൽ, താങ്ക് യു. ഇനി കമ്മിങ് ടു ഫസ്റ്റ് ഡയഗ്രാം. ഹിയർ വി ഹാവ് എ പ്രൊസസർ. പ്രൊസസർ ഇവിടെയുണ്ട്, നേരത്തെ പ്രൊസസർ തന്നെയാണ്, സ്റ്റിൽ ഇറ്റ് ഈസ് ദയർ. ആൻഡ് വി ഹാവ് എ മെമ്മറി. മെമ്മറിയും ഇൻസൈഡ് ദി കമ്പ്യൂട്ടറിലുണ്ട്. ദെൻ ഇൻ ബിറ്റ്വീൻ നമുക്ക് ബസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഒന്നും കാണിച്ചിട്ടില്ല. ബസ് മീൻസ് ഡെഫിനറ്റ്ലി ദർ വിൽ ബി കൺട്രോൾ ബസ്, ഡാറ്റ ബസ് ആൻഡ് അഡ്രസ് ബസ്. അത് ഓർത്തിരിക്കുക. ദെൻ ഡിഫറെന്റ് ഡിവൈസസ് ആർ കണക്റ്റഡ് ത്രൂ ദി ബസ്. ഹിയർ my first device is connected in bus, my second device is also connected in bus. ഇനി IO device എന്ന് പറഞ്ഞാൽ എന്താ? It is can perform input output operation. Input output operation. Example, our keyboard is an input output device, mouse also an input output device, display unit also an input output device. ഇതൊക്കെ connected to processor through a bus. ഇനി നിങ്ങൾ ഓർക്കുക, ഹൗ പ്രൊസസർ ഐഡന്റിഫൈ ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഹൗ പ്രൊസസർ ഐഡന്റിഫൈ ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഹൗ ദി പ്രൊസസർ ഈസ് ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹൗ ദി പ്രൊസസർ ഈസ് ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഓർക്കുക. നമ്മളൊക്കെ ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. നിങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഐ ആം ദി പ്രൊസസർ. ഐ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫസ്റ്റ് പേഴ്സൺ. ഹിയർ ഐ ക്യാൻ സി രോഹിത്. രോഹിത്തിനായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? രോഹിത്തിന്റെ അഡ്രസ് എനിക്ക് അറിയണം. അപ്പം പ്രൊസസർ ബേസ്ഡ് ഓൺ ദി അഡ്രസ് രോഹിത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. രോഹിത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദെൻ സെക്കൻഡ് പാർട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്ന രണ്ടാമത്തെ പേഴ്സൺ എന്ന് പറയുന്നത് ആശിഷ് എ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആശിഷ് എ ഈസ് ഓൾസോ അനദർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പം ഞാൻ പ്രൊസസറാണ്, രോഹിത് ഇവിടെയുണ്ട് ആൻഡ് ആശിഷ് ഇവിടെയുണ്ട്. ഞാൻ എങ്ങനെ അവരെ ഐഡന്റിഫൈ ചെയ്യും? ബേസ്ഡ് ഓൺ ദെയർ അഡ്രസ്. പ്രൊസസർ എന്ത് ചെയ്യുന്നു? ബേസ്ഡ് ഓൺ ദെയർ അഡ്രസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ബോത്ത് ദീസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനും ഡെഫിനറ്റ്ലി ദർ വിൽ ബി എൻ അഡ്രസ്. ബേസ്ഡ് ഓൺ ദാറ്റ് അഡ്രസ് പ്രൊസസർ എന്ത് ചെയ്യുന്നു? യുണീക്കലി ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. Thereby, processor can communicate with the different input-output devices. First point അവിടെ എഴുതി വെച്ചോ. Processor identify different input-output devices based on their address. First point. Clear അല്ലേ? ചാറ്റ് ബോക്സിൽ ഇടുക. എന്റെ ഫസ്റ്റ് ഡിവൈസ് ആശിഷ് ആൻഡ് രോഹിത്. ചാറ്റ് ബോക്സിൽ ഇട്ടെ. രണ്ട് ഡിവൈസും അവിടെ ഇല്ലേ? പോയോ? അഖിൽ സി വി, അനൈന, നബീൽ. ഞാൻ ഓഡിബിൾ അല്ലേ? അഖിൽ സി വി. ഓക്കെ അനൈന, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എഴുതി ബേസ്ഡ് ഓൺ ദെയർ അഡ്രസ്. ഇനി നിങ്ങൾ ഓർക്കുക, when a processor, this is our processor, when a processor need to communicate with an IO device, അഡ്രസ് ബസ്സിൽ ആ IO ഡിവൈസിന്റെ അഡ്രസ് പ്ലേസ് ചെയ്യും. അപ്പൊ മനസ്സിലായി, ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസിനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദാറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പൊ അതിന്റെ അഡ്രസ് കിട്ടിയേ, ആ ഡിവൈസിന് മനസ്സിലായേ പ്രൊസസർ ഈസ് ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആ ഒരു ഡിവൈസ് ആണെന്ന് മനസ്സിലായേ. ദെൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റീഡ് ആണെങ്കിൽ
ത്രൂ കൺട്രോൾ സിഗ്നൽ ഇറ്റ് ക്യാൻ ജനറേറ്റ് റീഡ് സിഗ്നൽ. റൈറ്റ് ആണെങ്കിൽ ത്രൂ കൺട്രോൾ ബസ് ഇറ്റ് ക്യാൻ ജനറേറ്റ് റൈറ്റ് സിഗ്നൽ. ഇപ്പൊ റീഡും റൈറ്റും സിഗ്നൽ പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ത്രൂ ഡാറ്റ ബസ്സിൽ ഡാറ്റ പ്ലേസ് ചെയ്താൽ മതി. അപ്പം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സപ്പോസ് പ്രോസസ്സറിന് ഈ ഒരു ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതിന്റെ അഡ്രസ് ബസ്സിൽ പ്ലേസ് ചെയ്തു. ഇറ്റ് ക്യാൻ യുണീക്ലി ഐഡന്റിഫൈ ദി ഫസ്റ്റ് ഡിവൈസ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് എ റീഡ് ഓപ്പറേഷൻ ത്രൂ കൺട്രോൾ ബസ്സിൽ റീഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ദെൻ റൈറ്റ് ആണെങ്കിൽ ത്രൂ കൺട്രോൾ ബസ് റൈറ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യും, സിഗ്നൽ പാസ് ചെയ്യും. ദെൻ ഡാറ്റ ഷുഡ് ബി സെൻഡ്. അത് എവിടെ നമ്മൾ പ്ലേസ് ചെയ്യും? ഇൻ ദി ഡാറ്റ ബസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്ന ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയി. ഓക്കെ അല്ലേ? So read the few first lines. Bus is shared communication link. It can connect multiple input-output devices. Then multiple output devices are connected to processor and the memory. We have three type of bus: address bus and data and control bus. Each IO devices have a unique address. അത് നമ്മൾ പറഞ്ഞു. Then signal through control signal po based on the ഡിവൈസ് അഡ്രസ്ഡ് അതുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ വി ക്യാൻ ഷെയർ ദി ഇൻഫോർമേഷൻ. ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? നന്ദിത? ഓക്കേടാ, താങ്ക് യു. ദെൻ നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. എങ്ങനെയാണ് മെമ്മറി ഡിഫറെന്റ് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഹൗ ഇറ്റ് ട്രാൻസ്ഫർ ദി ഡാറ്റ ബിറ്റ്വീൻ ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അതാണ് നമ്മൾ ഇവിടെ ഡയഗ്രാം വരച്ചു വെച്ചേക്കുന്നത്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇന്ന് തന്നെ നോട്ടിൽ വരച്ചു വെക്കുക. ദിസ് ഈസ് ദി ഇന്റർഫേസ് സർക്യൂട്ടറി. ദിസ് ഈസ് ദി ഇന്റർഫേസ് സർക്യൂട്ടറി റിക്വയർഡ് ബൈ ദി പ്രോസസർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ദിസ് ഈസ് ദി ഇന്റർഫേസ് സർക്യൂട്ടറി. ഇതാണ് നമ്മുടെ ഇന്റർഫേസ്. ഇത്ര ഇന്റർഫേസ് സർക്യൂട്ടറി ഉണ്ടെങ്കിൽ മാത്രമേ a processor can communicate with different input output devices. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക. Similarly, here also we have three different bus: address bus, data bus and control bus. All input output devices connected to ഈ എല്ലാ ബസ്സുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. നമ്മുടെ മെമ്മറി ഓൾസോ, മെമ്മറിക്കും ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഈ ത്രീ ബസ് വേണം. സോ മെമ്മറി ഓൾസോ കണക്റ്റഡ് ടു അഡ്രസ് ആൻഡ് ഡാറ്റ ആൻഡ് കൺട്രോൾ ബസ്. പ്രൊസസർ കോമൺ ആയിട്ട് അവിടെ ഉണ്ട്. ഇനി നിങ്ങൾ ഓർക്കുക, എൻ ഇന്റർഫേസ് സർക്യൂട്ടറി, ഒരു ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. എൻ ഇന്റർഫേസ് സർക്യൂട്ടറി കൺസിസ്റ്റ് ഓഫ് അഡ്രസ് ഡീകോഡർ. ഫസ്റ്റ് പാർട്ട്, ദിസ് ഈസ് അവർ അഡ്രസ് ഡീകോഡർ. ഇന്റർഫേസ് സർക്യൂട്ടറി കൺസിസ്റ്റ് ഓഫ് അഡ്രസ് ഡീകോഡർ, എ കൺട്രോൾ സർക്യൂട്ട് ആൻഡ് സം രജിസ്റ്റേഴ്സ്. എ കൺട്രോൾ സർക്യൂട്ട് ആൻഡ് രജിസ്റ്റേഴ്സ്. ഡാറ്റ രജിസ്റ്റർ എന്നാണ് നമ്മൾ പറയാ. എ ഡാറ്റ രജിസ്റ്റർ. ഇതിനെയാണ് നമ്മൾ IO ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനാണെന്ന് നോക്കിയേ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ്, മൾട്ടിപ്പിൾ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. അപ്പം ഏതിനെയാണ് നമ്മുടെ പ്രോസസർ അഡ്രസ് ചെയ്തേക്കുന്നത്? വിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് ഐഡന്റിഫൈഡ് ബൈ ദി പ്രോസസർ? അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? വിത്ത് ദി ഹെൽപ്പ് ഓഫ് അഡ്രസ് ഡീകോഡർ. അപ്പൊ അഡ്രസ് വന്നു, അഡ്രസ് ഡീകോഡർ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യും വിച്ച് ഈസ് ദി അഡ്രസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പൊ മനസ്സിലായി കാണും, ഇന്റർഫേസ് സർക്യൂട്ടിലെ ഫസ്റ്റ് പാർട്ട് ഈസ് അഡ്രസ് ഡീകോഡർ. ആ അഡ്രസ് ഡീകോഡർ ആണ് ഏത് ഡിവൈസിനെയാണ് പ്രോസസർ അഡ്രസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണോ? ആശിഷ്, നന്ദിത, അഖിൽ, CV. ഓക്കെ. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് അല്ലെങ്കിൽ പ്രോസസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവർക്ക് എന്തായാലും എന്ത് ചെയ്യണം? ഡാറ്റ പാസ് ചെയ്യാനുണ്ടാവും. ഒരു വാലിഡ് ഇൻഫർമേഷൻ ഡെഫിനറ്റ് ആയിട്ടും പാസ് ചെയ്യാനുണ്ടാവും. ആ ഡാറ്റ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് എ ഡാറ്റ ഓർ സ്റ്റാറ്റസ് രജിസ്റ്റർ. ഇവിടെയാണ് ഡാറ്റ ഉണ്ടാവുക. ഡാറ്റ രജിസ്റ്റർ ഹോൾഡ് ദി ഡാറ്റ ബീയിങ് ട്രാൻസ്ഫേർഡ് ടു ഓർ ഫ്രം ദി പ്രോസസർ. ഹോൾഡ് ദി ഡാറ്റ ട്രാൻസ്ഫർ ടു ഓർ ഫ്രം ദി പ്രോസസർ. ക്ലിയർ ആണോ? നോട്ട് ഡൗൺ ചെയ്യാം.
Then last part, control circuit, signal request and acknowledgement over control lines. എന്ത് ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടത്? മേ ബി റീഡ് ഓർ റൈറ്റ്. ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടോ, കൺട്രോൾ സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു അവർ കൺട്രോൾ ബസ്സുമായിട്ടാണ് അദ്ദേഹം കണക്റ്റഡ് ആയിട്ടുള്ളത്. സോ അത് മോണിറ്റർ ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് എ റീഡ് സിഗ്നൽ ഓർ റൈറ്റ് സിഗ്നൽ, മേ ബി അക്നോളജ്മെന്റ് സിഗ്നൽ. കൺട്രോൾ ലൈൻസിനെ ഒബ്സർവ് ചെയ്യുന്ന ടാസ്ക് പെർഫോംഡ് ബൈ കൺട്രോൾ സർക്യൂട്ട്. ഇതിനെയാണ് നമ്മൾ ഒരു IO ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഈച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്റ്റഡ് ടു പ്രോസസർ ത്രൂ ആൻ IO ഇന്റർഫേസ്. ഇത്രയും ഇൻഡിവിജ്വൽ കോമ്പണൻസും അതിലുണ്ടാവും. ക്ലിയർ ആണോ? റെസ്പോൺസ്: അമൽ, സുരേന്ദ്രൻ, അനൂജ, അശ്വിൻ, ജഗദീഷ്, അനുപമ. ക്ലിയർ അല്ലേ? ഓക്കേടാ, താങ്ക് യു. ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതാ മെമ്മറി മാപ്ഡ് IO, മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ. മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ. ഇത് മീൻ ചെയ്യുന്ന എന്താണെന്ന് അറിയോ? നിങ്ങൾ മനസ്സിലാക്കുക. ഇൻ ദി കേസ് ഓഫ് മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ, നമ്മുടെ മെമ്മറിയും ഷെയർ ചെയ്യുന്നത് കൺട്രോൾ ഡാറ്റ ആൻഡ് അഡ്രസ് ലൈൻസ് ആണ്. ഓൾസോ ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഓൾസോ ഷെയറിംഗ് കൺട്രോൾ ഡാറ്റ അഡ്രസ് ലൈൻസ്. ക്ലിയർ അല്ലേ? നോക്കിയേ, സെയിം അഡ്രസ് ഡാറ്റ കൺട്രോൾ ലൈൻസ് ആർ ഷെയർഡ് ബൈ ബോത്ത് മെമ്മറി ആൻഡ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മെമ്മറി മാപ്ഡ് IO എന്ന് പറയുന്നത്. ഹൈഫനറ്റ് എഴുതുക. Input output devices and memory share the same address space. Input output devices and our memory sharing the same address space. That's why we are saying it's a memory mapped input output. First concept മനസ്സിലായി? ക്ലിയർ അല്ലേ? ഇനി അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, സെയിം അഡ്രസ് സ്പേസ് ആണ് അത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രോസസർ. സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മതി. നമ്മൾ നോർമലി ഡാറ്റ മൂവ്മെന്റിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യാം. ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. നോക്കുക, ഏതാ എക്സാമ്പിൾ നോക്കുക. മൂവ് ഡാറ്റ ഇൻ ടു R0. ഒരു എക്സാമ്പിൾ എവിടെ എഴുതി വെക്കാം? മൂവ് ഡാറ്റ ഇൻ R0. ഓക്കെ, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഡാറ്റ ഇൻ ഈസ് എ ബഫർ. ഡാറ്റ ഇൻ ഓൾസോ എ മെമ്മറി. ഡാറ്റ എന്ന് പറയുന്നത് ഒരു ബഫർ ആണ്, മെമ്മറിയാണ്. ഡാറ്റ ഇൻ ഈസ് എ ബഫർ അസോസിയേറ്റഡ് വിത്ത് കീബോർഡ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഡാറ്റ ഇൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് കീബോർഡ്. സോ ഇൻഫർമേഷൻ റിസൈഡ്സ് ഇൻ ഡാറ്റ ഇൻ. മൂവിങ് ടു എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? പ്രൊസസർ രജിസ്റ്റർ ആയ R0യിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് വെരി ഫെമിലിയർ ആയിട്ടുള്ള മൂവ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് എ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ഡാറ്റ ഇൻ. ഡാറ്റ ഇൻ ഈസ് എ ബഫർ അസോസിയേറ്റഡ് വിത്ത് കീബോർഡ്. കീബോർഡിന്റെ ഒരു മെമ്മറി. ബഫർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെമ്മറിയാണ്. അവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും. അതിനെ സിംപ്ലി മൂവ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? R0 എന്ന് പറയുന്ന പ്രൊസസർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് എ മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, അതായത് നമ്മുടെ പ്രൊസസറിന് ഫെമിലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ they can communicate with the different input output devices. Here we have move instruction which move content stored at data in. Data in is a buffer associated with the keyboard. അതിലെ ഡാറ്റനെ എന്ത് ചെയ്തു? R0 എന്ന് പറയുന്ന പ്രൊസസർ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ കീബോർഡിലുള്ള ഡാറ്റ എന്തായിരിക്കാം? ഇറ്റ് മേ ബി എ ക്യാരക്ടർ ഓർ ഡിജിറ്റ് ഓർ സ്പെഷ്യൽ ക്യാരക്ടർ. എന്താണേലും ആ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? R0യിലേക്ക് മൂവ് ചെയ്യുക. ക്ലിയർ ആണേ? അനുപമ, സെവിൻ, ആദിത്യ, ഐശ്വര്യ. ഓക്കെ. ദെൻ ഓൾസോ വി ആർ ഡിസ്കസിങ് അബൌട്ട് മെമ്മറി മാപ്ഡ് IO. നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വേറൊരു മെമ്മറി ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് ഡാറ്റ ഔട്ട് എന്ന് പറയുന്നതാണ്. ഇറ്റ്സ് എ ബഫർ അസോസിയേറ്റഡ് വിത്ത് ഡിസ്പ്ലേ യൂണിറ്റുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ അതിലേക്ക് ഡാറ്റനെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഓൾസോ വി ക്യാൻ യൂസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മൂവ് ഇൻസ്ട്രക്ഷൻ. R0 നേരത്തെ ഉണ്ടായിരുന്ന ആ ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്തു?
ആ ബഫറിലേക്ക് പ്ലേസ് ചെയ്തു. അപ്പൊ ഇത്രയേ പറയുന്നുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് എ മെമ്മറി മാപ്ഡ് IO, നമുക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും വേണ്ട. നമുക്ക് പ്രൊസസറിന് ഫെമിലിയർ ആയിട്ടുള്ള മൂവ്, സ്റ്റോർ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ processor can communicate with different input output devices. Clear ആണേ? Okay. Then coming to next slide. ഒരാള് ആദിത്യ PP സൗണ്ട് കേട്ടിട്ട് ഒരുപാട് നാളായി. ആദിത്യ എന്താ പറഞ്ഞത്? In the case of memory mapped IO with the instructions which is familiar to processor like move, store, അത് യൂസ് ചെയ്തിട്ട് തന്നെ a processor can communicate with different input output devices. Clear അല്ലേ? അഞ്ജിത, ഋതുൽ MB, ഓക്കെ, മിൻഹജ്, മിഥുൻ മോഹൻ, നന്ദ, നിവേദ്യ, പ്രിൻസ്. ക്ലിയർ ആണേ? ഓക്കെ. ദെൻ മെമ്മറി മാപ്ഡ് IO പറയുമ്പം നമ്മൾ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുറേ രജിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഹിയർ വി ഹാവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ്. ഫസ്റ്റ് വൺ ഡാറ്റ ഇൻ. ഡാറ്റ ഇൻ എന്ന് പറയുന്നത് ഡാറ്റ ഔട്ട്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഡാറ്റ പ്ലേസ് ചെയ്യാനുള്ളതും ഔട്ട്പുട്ട് കൊടുക്കാനും ഒക്കെയുള്ള, ഡാറ്റനെ ടേക്ക് ചെയ്യാനും പ്ലേസ് ചെയ്യാനും ഒക്കെയുള്ള രജിസ്റ്റേഴ്സ് ആണ് ഡാറ്റ ഇൻ ആൻഡ് ഡാറ്റ ഔട്ട് രജിസ്റ്റേഴ്സ്. ഓക്കെ. അപ്പം കീബോർഡിൽ നിന്ന് വരുന്ന ഡാറ്റനെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന രജിസ്റ്ററിനെയാണ് നമ്മൾ ഡാറ്റ ഇൻ രജിസ്റ്റർ. വേണം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡാറ്റ ഇൻ രജിസ്റ്റർ, ഡാറ്റ ഫ്രം ദി കീബോർഡ് ആർ അവൈലബിൾ ഇൻ ഡാറ്റ ഇൻ രജിസ്റ്റർ. മെമ്മറി മാപ്ഡ് IO പറയുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡാറ്റ ഫ്രം ദി കീബോർഡ്, കീബോർഡിൽ നിന്ന് വരുന്ന ഡാറ്റ ഈസ് അവൈലബിൾ ഇൻ ഡാറ്റ ഇൻ രജിസ്റ്റർ. Then data sent to the display. Data sent to the display. ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഡാറ്റ ഔട്ട് രജിസ്റ്ററിലാണ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. പിന്നെ നമുക്കുള്ളത് ഒരു സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. സ്റ്റാറ്റസ് രജിസ്റ്ററിൽ ഡിഫറെന്റ് ബിറ്റ്സ്, ലാസ്റ്റ് കാണുന്ന 4 ബിറ്റ്, ഇവിടെ 4 ബിറ്റ്സ് ഇൻഫോർമേഷൻ ആണുള്ളത്. എന്തൊക്കെയാണെന്ന് പറയാം. സ്റ്റാറ്റസ് ബിറ്റ് DIRQ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് ആണ്. DIRQ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇൻസൈഡ് ദി സ്റ്റാറ്റസ് രജിസ്റ്റർ 1 ബിറ്റ് റെപ്രസെന്റിംഗ് ഡിസ്പ്ലേ ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. ഹിയർ വി ഹാവ് കീബോർഡ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. Then S ഔട്ടും S ഇന്നും എന്താണെന്ന് പറയാം. S ഔട്ട് ആൻഡ് S ഇൻ, ദിസ് ഈസ് ഓൾസോ 2 ഫ്ലാഗ് ആണ്. S ഔട്ടും S ഇന്നും 2 ഫ്ലാഗ് ആണ്. എന്താണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഡാറ്റ കമ്മിങ് ഫ്രം ദി കീബോർഡ് പ്ലേസ്ഡ് ഇൻ ഡാറ്റ ഇൻ രജിസ്റ്റർ. ഡിസ്പ്ലേയിലേക്ക് പോവേണ്ട ഡാറ്റനെ ഡാറ്റ ഔട്ടിൽ വെച്ചു. ദെൻ വി ഡിസ്കസ് അബൌട്ട് സ്റ്റാറ്റസ് ഫ്ലാഗ്, സ്റ്റാറ്റസ് രജിസ്റ്റർ. അവിടെ 4 ബിറ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നു. ഫസ്റ്റ് വൺ ഡിസ്പ്ലേ ഇന്ററപ്റ്റ് റിക്വസ്റ്റ്, കീബോർഡ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. പിന്നെയുള്ള 2 S ഔട്ടും S ഇന്നും 2 ഫ്ലാഗ് ആണ്. എന്താണെന്ന് പറഞ്ഞുതരാം. ഈ പറയുന്ന കാര്യം ഓഡിയോ ക്ലിയർ അല്ലേ? ഓഡിയോ ക്ലിയർ ആയാൽ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് എടുക്കുകയാണ്. ഋത്തിക്, സുനിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനീഷ് ടൂറൊക്കെ കഴിഞ്ഞെത്തിയോ? ഇപ്പൊ നാട്ടിലുണ്ട്. ഓക്കെ, അനീഷിനെ മറൈൻ ഡ്രൈവിലൊക്കെ കണ്ടു എന്ന് പറയുന്ന കേട്ടു. കൊച്ചിയിലൊന്നും പോയിട്ടില്ല, ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെടാ. ഓക്കെ, അപ്പം കമ്മിങ് ടു ടോപ്പിക്, സ്റ്റാറ്റസ് ഫ്ലാഗ്. S ഔട്ട് ആൻഡ് S ഇൻ എന്താണെന്ന് പറയണം. അതാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ലൈനിൽ എഴുതുക. മെയിൻ പ്രശ്നം എന്താണെന്നറിയോ?
വെൻ വി ആർ കൺസിഡറിങ് പ്രൊസസർ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ പ്രോബ്ലം ഇതാണ്. പ്രൊസസർ ക്യാൻ എക്സിക്യൂട്ട് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. അത് ഭയങ്കര ഫാസ്റ്റ് ആണ്, സ്പീഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രൊസസറുമായിട്ട് പിടിച്ചു നിൽക്കാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് പറ്റൂല. എന്തുകൊണ്ടാ? ഹ്യൂമൺ ഈസ് ഓൾവേസ് ഓപ്പറേറ്റിംഗ് വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. കീബോർഡിനെ നമ്മൾ ഡാറ്റ പ്രസ് ചെയ്യണം, മൗസ് ക്ലിക്ക് നമ്മൾ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻ വിത്ത് പ്രൊസസർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ചെയ്യുന്നത് കൊണ്ട് പ്രൊസസറിന്റെ സ്പീഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതിനെ മാപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? അപ്പം പ്രൊസസർ എന്ത് ചെയ്യണം? ഡാറ്റ വാലിഡ് ആയിട്ടുള്ള ഡാറ്റ കീബോർഡിൽ വന്നോ, കീബോർഡിൽ ഡാറ്റ ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും, ശരിയല്ലേ? അപ്പം അതിനുവേണ്ടി നമ്മൾ കീബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ ആണ് SIN എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ ഹ്യൂമൻ കീബോർഡിൽ നിന്ന് ഒരു ഡാറ്റ പ്രസ് ചെയ്ത സമയത്ത് SIN എന്ന് പറയുന്ന ബിറ്റ് 1 ആയിട്ട് നമ്മൾ മാറ്റും, ഓൾറെഡി 0 ആയിരിക്കും. വെൻ എൻ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫ്രം ദി കീബോർഡിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ SIN ഫ്ലാഗ് 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. 1 ആയിട്ട് സെറ്റ് ചെയ്താൽ മാത്രം പ്രൊസസർ നോക്കിയാൽ മതി എന്ത്, ഒരു ഇൻഫർമേഷൻ കീബോർഡിൽ നിന്ന് വന്നിട്ടുണ്ട്, അതിനെ നമുക്ക് എടുക്കാം. അപ്പം കീബോർഡിൽ നിന്ന് വന്ന ഇൻഫർമേഷനെ പ്രൊസസർ എടുത്തു കഴിയുമ്പോൾ വീണ്ടും അതെന്താവും, 0 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പം in order to synchronize the interaction between keyboard and processor, we have a status bit denoted by SIN. It is 1. എപ്പോഴാ 1 ആവുന്നേ? when a character is entered from the keyboard, it is going to 0 or it is reset to 0 when that character is read by the processor. അതാണ് SIN ന്റെ കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? It is to synchronize the interaction between processor and input-output device. Here it is keyboard. When human entered a character from the keyboard, flag is set to 1. When it is read by the processor, it is again set to 0. അപ്പോൾ 1 ആണെങ്കിൽ പ്രൊസസറിന് മനസ്സിലാവും എ വാലിഡ് ക്യാരക്ടർ ഈസ് അവൈലബിൾ. അതാണ് കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ എഴുതാ SIN-1 character is entered at the keyboard. -1 character is entered at the keyboard. -0 character is read by the processor. അതുപോലെ തന്നെ SOUT ക്യാരക്ടർ ഉള്ളപ്പം SOUT സെറ്റ് ടു 1. ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് ക്യാരക്ടർ ഉള്ളപ്പം SOUT സെറ്റ് ടു 1. ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് അത് പോയി കഴിഞ്ഞാൽ എന്തായി? 0 ആയി. സിമിലർലി SOUT have 0 and 1 value. Characters available at data ഔട്ടിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ സെറ്റ് ടു 1. അത് ഡിസ്പ്ലേയിലേക്ക് പോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഇറ്റ് ഈസ് സെറ്റ് ടു 0. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് ഫ്ലാഗിലെ SOUT-ഉം SIN-ഉം. ക്ലിയർ ആണോ? ആമിന മാലിയ, ലിയാന മറിയം, ഇവരെ റെസ്പോൺസ് ആണ് വേണ്ടത്. ആമിന ആൻഡ് ലിയാന, ക്ലിയർ ആണോ? ആമിന, താങ്ക് യു. ഇനി ആമിനയുടെ സുഹൃത്ത് ലിയാന മറിയം കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ. ലിയാന. ഓക്കെ, രണ്ടുപേരും ഉണ്ടല്ലേ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇനി ഇൻട്രസ്റ്റ് റിക്വസ്റ്റ് DIRQയും ഇതെന്താണെന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. ഇത് നമ്മൾ നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ പറയും. SOUT-ഉം SIN-ഉം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണേ? Then we have another set of registers in control register. Status register പറഞ്ഞു. In control register we have DEN and KEN. DEN-ഉം KEN-ഉം എന്താണെന്ന് പറയണം. ഫസ്റ്റ് വൺ ഈസ് ഡിസ്പ്ലേ ഡിവൈസിന്റെ ഇനേബിൾ ബിറ്റ്. സെക്കൻഡ് വൺ ഈസ് കീബോർഡിന്റെ ഇനേബിൾ ബിറ്റ്. കീബോർഡ് ഇനേബിളും ഡിസ്പ്ലേ ഇനേബിളും ഇതെന്താണെന്ന് നമ്മൾ പറയും. ഡിസ്പ്ലേ ഇനേബിൾ ആൻഡ് കീബോർഡ് ഇനേബിൾ ഇതെന്താണെന്ന് നമ്മൾ പറയും. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. വെൻ എ കീബോർഡ് അല്ലെങ്കിൽ വെൻ എ ഡിസ്പ്ലേ യൂണിറ്റ് ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രോസസർ, അതെന്താണ് ശരിക്കും? ഒരു ഇന്ററപ്റ്റ് ആണ്. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസർ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവർക്ക് നമ്മുടെ പ്രൊസസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊസസറിന്റെ കുറച്ച് ടൈം, പ്രോസസ്സിംഗ് ടൈം വാങ്ങണം. അതിനെ നമ്മൾ ഇന്ററപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം പ്രോസസ്സിംഗ് ടൈം നമ്മൾ വാങ്ങണം. അതിനുവേണ്ടി നോട്ടിഫൈ ചെയ്യാണ്, ഐ ആം റിക്വസ്റ്റിംഗ് ആൻ ഇന്ററപ്റ്റ്.
ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ DEN. DEN സെറ്റ് ചെയ്തിട്ടാണ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഓർത്തിരിക്കുക, കീബോർഡ് ഇനേബിൾ ബിറ്റ്സ് ആൻഡ് ഡിസ്പ്ലേ ഇനേബിൾ ബിറ്റ്സ്. ഓർത്തിരിക്കുക, കീബോർഡ് ഇനേബിൾ ബിറ്റ്സ് ആൻഡ് ഡിസ്പ്ലേ ഇനേബിൾ ബിറ്റ്സ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ we are discussing about memory mapped IO. മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പം ഹിയർ ബോത്ത് മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. കോമൺ ആയിട്ടുള്ള ബസ്സസിനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഈ ഒരു എക്സാമ്പിൾ ഇത്രേ പറയുന്നുള്ളൂ. ഈ മെമ്മറി മാപ്ഡ് IOയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രൊസസ്സർ എപ്പോഴും ചെക്ക് ചെയ്യണം ഏതേലും ഒരു ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടോ, ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആണോ. പറയുന്ന കാര്യം ക്ലിയർ ആയി തോന്നുന്നു. എപ്പോഴും പ്രൊസസ്സർ ചെക്ക് ചെയ്ത്, നമ്മൾ SIN ഫ്ലാഗ് ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ പ്രൊസസ്സർ ഹാവ് ടു ഓൾവേസ് മോണിറ്റർ ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പൊ അതിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് മാത്രമേ പ്രൊസസ്സറിന് ഈ ഒരു ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? സെവിൻ ഒന്ന് പറഞ്ഞേ. സെവിൻ, പ്രൊസസ്സർ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാറ്റസ് എപ്പോഴും ചെക്ക് ചെയ്യണം, വെദർ ഇറ്റ് ഈസ് റെഡി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി പ്രൊസസ്സർ. അപ്പം ഈ ഒരു സ്റ്റാറ്റസ് ചെക്കിങ്ങിനെയാണ് നമ്മൾ പോളിംഗ് എന്ന് പറയുന്നത്. പോൾ, POLLING, പോളിംഗ്. ഓക്കെ, അപ്പൊ പ്രൊസസ്സർ ഹാവ് ടു ചെക്ക് ദി സ്റ്റാറ്റസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വെദർ ഇറ്റ് ഈസ് റെഡി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി പ്രൊസസ്സർ. ദിസ് പ്രോസസ്സിനെയാണ് നമ്മൾ പോളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹിയർ വി ഹാവ് എ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്, റീഡിങ് ഡിഫറെന്റ് ക്യാരക്ടർ ഫ്രം ദി കീബോർഡ്. ക്യാരക്ടറിനെ റീഡ് ചെയ്തു ടിൽ നമ്മുടെ എൻഡ് ഓഫ് ക്യാരക്ടർ, അതായത് 0D, ഒരു എൻറ്റർ വരുന്നത് വരെ. 0DH ആണ് എൻറ്ററിന്റെ കോഡ്. നിങ്ങൾ അതൊക്കെ പിന്നീട് പഠിക്കും കേട്ടോ. 0DH എന്ന് പറയുമ്പോൾ എൻറ്റർ ആണ്. സെറ്റ് ഓഫ് ക്യാരക്ടറിനെ റീഡ് ചെയ്തു ഒരു ലൈൻ ആവുന്നത് വരെ. എൻറ്റർ മീൻസ് ഒരു ലൈൻ ആയി എന്നാണ് അർത്ഥം. എൻറ്റർ ആവുന്നത് വരെ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യും. ലൈൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് കൊടുക്കും. ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്യാരക്ടർ 1 by 1 ആയിട്ട് നമ്മളെ ക്യാരക്ടർ വരുമല്ലോ, ആ ക്യാരക്ടറിനെ നമ്മുടെ മെമ്മറിയിലേക്ക് ഒരു പ്ലേസ് ചെയ്യണം. 1 by 1 ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ലൈൻ നിങ്ങൾ ഓർക്കുക. ഹാഷ് ലൈൻ എന്ന് പറയുന്നത് റെപ്രസെന്റിങ് എ മെമ്മറി ലൊക്കേഷൻ. ക്യാരക്ടർ റീഡ് ചെയ്ത് വരുന്നതിനെ ഈ ലൈൻ എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറിയിലേക്ക് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കും. ലൈൻ ഒരു മെമ്മറിനെ ഡിനോട്ട് ചെയ്യുന്നു. ക്യാരക്ടർ, ഇൻഡിവിജ്വൽ ക്യാരക്ടറിനെ ലൈനിലെ കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ഇപ്പൊ അത്ര ഓർക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മള് SIN എന്ന് പറയുന്ന ഫ്ലാഗിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. SIN 1 മീൻസ് ഡാറ്റ അവൈലബിൾ. അപ്പൊ നമുക്ക് അതിനെ റീഡ് ചെയ്യാം. സ്റ്റാറ്റസ് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. വെൻ ഇറ്റ് ഈസ് 0 ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. 1 ആണെങ്കിൽ ക്യാരക്ടർ ഈസ് അവൈലബിൾ. നമ്മൾ SINന്റെ ഫ്ലാഗ് ആണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു SIN അസോസിയേറ്റഡ് വിത്ത് കീബോർഡ്. SIN 0 ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വന്ന ആ ഇൻഫർമേഷനെ ഡാറ്റ ഇൻ രജിസ്റ്റർ അസോസിയേറ്റഡ് വിത്ത് കീബോർഡ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, R1 എന്ന് പറയുന്ന നമ്മുടെ മെമ്മറിയിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അപ്പൊ SIN ഫ്ലാഗ് 1 ആണ് ഡാറ്റ അവൈലബിൾ ഇൻ ഡാറ്റ ഇൻ ആണെങ്കിൽ വി ആർ മൂവിങ് ദാറ്റ് ഇൻഫർമേഷൻ ഇൻ ടു R1 രജിസ്റ്റർ. ഇനി നമ്മൾ അതിനെ വന്ന ക്യാരക്ടറിനെ അപ്പൊ തന്നെ കീബോർഡ് ഡിവൈസിലേക്ക്, ഡിസ്പ്ലേ, വെയിറ്റ് ഡി മീൻസ് ഡിസ്പ്ലേ ഡിവൈസിലേക്ക് മൂവ് ചെയ്യുകയാണ്. വെയിറ്റ് ഡി എന്താ ചെയ്യുന്നത്, ഡിസ്പ്ലേ ഡിവൈസിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 ആണെങ്കിൽ നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാം. മീൻസ് ആ ഡാറ്റ R1ലെ ഡാറ്റേനെ നമ്മൾ ഡാറ്റ ഔട്ട്, ഡിസ്പ്ലേ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് ഡാറ്റ ഔട്ട്, അതിലേക്ക് മൂവ് ചെയ്യിക്കാം. 0 ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ഡിവൈസിലേക്ക് ഡാറ്റ വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, അപ്പം ഡാറ്റ വന്നു R1 രജിസ്റ്ററിലേക്ക് എടുത്തു. അവിടുന്ന് തന്നെ നമ്മൾ R1 എടുത്ത് ഡാറ്റ ഡിസ്പ്ലേ യൂണിറ്റിൽ അവൈലബിൾ ആകുമ്പോൾ അതിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാ, ലൈനാണ് മെമ്മറി. മെമ്മറിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു രജിസ്റ്റർ ഉണ്ട് R0.
അപ്പം R1 ഡാറ്റേനെ എന്ത് ചെയ്യുന്നു, R0 എന്ന് പറയുന്ന R0 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓട്ടോ ഇൻക്രിമെന്റ് മോഡാണ്. ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഓട്ടോ ഇൻക്രിമെന്റ് മോഡ് യൂസ് ചെയ്തിട്ട് R1 ഡാറ്റേനെ വിത്ത് ദി ഹെൽപ്പ് ഓഫ് R0 രജിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോ ഇൻക്രിമെന്റ് മോഡ് ഉപയോഗിച്ചിട്ട് ലൈൻ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം ഓട്ടോ ഇൻക്രിമെന്റ് മോഡ് നിങ്ങൾ ഓർക്കുക, ഫസ്റ്റ് ക്യാരക്ടർ പ്ലേസ് ചെയ്യുന്നു, ദെൻ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ടു നെക്സ്റ്റ് ലൊക്കേഷൻ, പ്ലേസിംഗ് സെക്കൻഡ് ക്യാരക്ടർ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് നമ്മുടെ ഇൻഫർമേഷനെ മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യുകയും ചെയ്യാം. എത്ര സമയം വരെ പ്ലേസ് ചെയ്യും, 0D നമ്മൾ ന്യൂ ലൈൻ ക്യാരക്ടർ പ്രസ് ചെയ്യുന്നത് വരെ R1 എന്ത് ചെയ്യും, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ലൈൻ എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യും. ഇനി 0D വന്നു കഴിഞ്ഞാൽ ന്യൂ ലൈൻ എന്നുള്ള ഇൻഫർമേഷൻ ഡാറ്റ ഔട്ടിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും. അതായത് അതിന്റെ എൻഡായി, ആ ഒരു ക്യാരക്ടറിന്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു എൻ്റർ കീ ഞെക്കുമ്പോഴാണ് ഒരു ലൈൻ ആവുന്നത്. ലൈനായി 0D എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന ഇൻഫർമേഷൻ ന്യൂ ലൈൻ, പുതിയ നെക്സ്റ്റ് ലൈനിലേക്ക് പ്ലേസ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ. 0A ഡിനോട്ട് ചെയ്യുന്നത് പുതിയ ലൈനിലേക്ക് ഇനി വരുന്ന ഇൻഫർമേഷനെ പ്ലേസ് ചെയ്യണം എന്നാണ്. അത് നമ്മളെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് നമ്മൾ റീഡ് ചെയ്തു. എപ്പോഴാണോ 0D വരുന്നത്, എൻഡ് ഓഫ് ദാറ്റ് ലൈൻ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ന്യൂ ലൈൻ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നു. അപ്പൊ ഡാറ്റ ഔട്ടിലേക്ക് പിന്നെ പോകുന്ന ഇൻഫർമേഷൻ എന്താണ്, ന്യൂ ലൈനിലേക്ക് ഇനി ഡാറ്റ വെക്കണം എന്നുള്ള ഇൻഫർമേഷൻ ആണ് പോകുന്നത്. ഈ രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാൻ കാരണം എന്താണ്, ശരിക്കും പ്രൊസസർ ഹാവ് ടു വെയിറ്റ് ഫോർ കീബോർഡ്, പ്രൊസസർ ഹാവ് ടു വെയിറ്റ് ഫോർ ഡിസ്പ്ലേ യൂണിറ്റ്. എപ്പോഴാണോ ടെസ്റ്റ് ബിറ്റ് സക്സസ് ആവുന്നത് അപ്പം മാത്രമേ നമുക്ക് ഡാറ്റ R1 പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഡിസ്പ്ലേ ഡിവൈസ് അവൈലബിൾ ആകുമ്പോൾ മാത്രമേ നമുക്ക് R1 ഡിസ്പ്ലേയിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ദാറ്റ് കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ പ്ലേസ് ചെയ്യുന്നു. എൻഡ് ഓഫ് ക്യാരക്ടർ, അതായത് ഒരു ലൈൻ ആയി എന്നറിയാൻ വേണ്ടി നമ്മൾ 0D ആണോ എന്ന് കമ്പയർ ചെയ്യുന്നു. 0D ആണെങ്കിൽ ഇനി അടുത്ത ലൈൻ എഴുതേണ്ടത് പുതിയ ലൈനായിട്ട് എഴുതണമെന്ന് 0A വെച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ക്ലിയർ ആണോ ഇത്രയും കാര്യം? ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ടാവും. സിമ്പിളായ കാര്യമാണ്.